നാലും പൊറോട്ട ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കി നോക്കി കുഴപ്പമില്ല. അപ്പം ജസ്റ്റ് ഒരെണ്ണം വീഡിയോ എടുക്കാൻ നോർത്തു. നമ്മുടെ സാധാ ചപ്പാത്തി മാവിന് കുഴക്കെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ബോളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിനുള്ളിൽ തന്നെ നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെക്കാൻ പറ്റത്തക്ക രീതിയിൽ ഇങ്ങനെ കുഴി പോലെ ഒരു കപ്പ് പോലെയോ ഉള്ളിലിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കിഴങ്ങ് മസാല, അതായത് കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൽ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ലേശം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഉപ്പെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറിയൊരു പരുവത്തിൽ അത് റോസ്റ്റ് ചെയ്തിട്ട് കിഴങ്ങിലേക്ക് മിക്സ് ചെയ്ത് ഫില്ലിങ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ഉണ്ടോ ഇത് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ ആക്കിയിട്ട് അതിലോട്ട് ഒരു ചെറിയ ബോൾ എടുത്തിട്ട് ആ ഒരു പരുവത്തിൽ തന്നെ കിഴങ്ങ് മസാലയുടെ അതുണ്ടോ അത് ഇതിനകത്തോട്ട് വെച്ചിട്ട് എന്താ സക്സസ് ആകുമോയെന്ന് അറിയത്തില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം, അറിയാത്തവർക്ക് ട്രൈ ചെയ്യാമല്ലോ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നോക്കണ്ട കിട്ടി. ഇനി ഇത് ഞാൻ ഇങ്ങനെ ബോളാക്കും. അതിലോട്ട് ഫില്ലിങ് എല്ലാം വെച്ചിട്ട് പെർഫെക്റ്റൊന്നും ആയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അത്യാവശ്യം നമുക്ക് കുട്ടികളെ പറ്റിക്കാനൊക്കെ കിട്ടും. നന്നായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത്. ഓക്കെ, ഇതാ കണ്ട. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ എല്ലാം പുറത്തോട്ട് ചാടും. ചെയ്തിട്ട് ലേശം നമ്മുടെ പൊടി അതിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഉണ്ടോ, ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് ലേശം ഒന്ന് നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുത്ത് നോക്കാം. ഒന്ന് ലേശം ഒന്ന് അത് പൊടിയൊക്കെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. ലേശം പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട്. ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. ആദ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ദോശക്കല്ലിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മറിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ട് ചൂടോടെ കഴിക്കാം കേട്ടോ. ഇതെവിടെ നല്ല വ്യക്തമില്ല, പുറത്തേക്കൊന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല. കണ്ട ചെറിയ രീതിയിൽ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ, തരണ്ട കുഴപ്പമില്ല കേട്ടോ, സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും പൊട്ടിപ്പോയില്ല, നടുക്കുന്ന ലേശം പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ ശരിയാക്കാം. ഓക്കെ, പൊട്ടിപ്പോവാതെയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ, സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.